Good morning, all. Good morning, ma'am. Good morning. Morning. Good morning. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്ന് കൗണ്ട് വളരെ കുറവുള്ള 25 പേരുള്ളൂ. എന്ത് പറ്റി എല്ലാവർക്കും? വെള്ളിയാഴ്ച ഇതുകൊണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടാ? ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് സമയമില്ല കളയാൻ. നമുക്ക് ചാപ്റ്റർ എടുത്ത് തീരണം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീ ഡിസാസ്റ്റർ ഫേസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? പ്രീ ഡിസാസ്റ്റർ ഫേസ് പഠിച്ചു. നമ്മൾ ഫേസിന്റെ 3 ഡിസാസ്റ്റർ പഠിച്ചു. 3 ദുരന്തങ്ങൾ വരണ ഘട്ടങ്ങൾ. അതില് നമ്മൾ ദുരന്തങ്ങൾക്ക് മുമ്പുള്ള ഘട്ടം പഠിച്ചു. പിന്നെ ആ ദുരന്ത സമയത്ത് ഡിസാസ്റ്റർ ഫേസ് പഠിച്ചു. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് പഠിച്ചു. ദുരന്തം കഴിഞ്ഞിട്ടുള്ളത് ദുരന്തനന്താര എന്ന് വെച്ചാൽ അവസാനം. പോസ്റ്റ് ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ദുരന്തം കഴിഞ്ഞിട്ട് കൊള്ളാൻ ഘട്ടം അല്ലെ? അപ്പൊ നമ്മൾ ദുരന്തത്തിന് മുമ്പ് പഠിച്ചു, ആ ദുരന്ത ഘട്ടം പഠിച്ചു, പിന്നെ ദുരന്തം കഴിഞ്ഞിട്ടുള്ള ഘട്ടം പഠിച്ചു. അങ്ങനെ 3 ഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞു. 3 ഘട്ടങ്ങൾ കഴിഞ്ഞില്ല, നമ്മൾ അതിന്റെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രീ ഡിസാസ്റ്റർ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പ്രീ ഡിസാസ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡിസാസ്റ്റർ ഫേസ്. അതിനു മുൻപ് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ് അത് തുടങ്ങി എടുക്കാം നമുക്ക്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണത് കാണാൻ പറ്റണ്ട? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് മുതൽ എടുക്കണം. ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്. അപ്പൊ എന്താ നമ്മള് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ്. അപ്പൊ ദുരന്തത്തിന് മുമ്പ് നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. അപ്പൊ അതിന് ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്. അതിന് നമ്മള് തയ്യാറെടുക്കാനായിട്ട് നമ്മൾ ദുരന്തത്തിന് മുമ്പല്ല. അപ്പൊ ദുരന്തം വരും, നമുക്കറിയാം. നമ്മളൊരു ഡിസാസ്റ്ററിന് മുൻപാണ് നമ്മൾ എടുക്കണത്. അപ്പൊ ഡിസാസ്റ്റർ എന്തായാലും വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുപ്പുകൾ, എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം അതാണ് ഇനി പഠിക്കുന്നത്. അതിൽ ഉൾപ്പെട്ടത്, ഇൻക്ലൂഡ് ആയത് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ ദുരന്തം വരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തയ്യാറെടുക്കണം എന്നതാണ് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ? എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡിബ്രിസ്. എന്താ പറഞ്ഞേ? എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡിബ്രിസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യണം. എന്താ? എഫക്റ്റീവ് പേഴ്സണൽ, സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യണം. എന്തിനാ? ഫ്രം ഫാളിംഗ് ഡിബ്രിസ്. ഫാളിംഗ് ഡിബ്രിസ് എന്ന് വെച്ചാൽ എന്താ? ഡിബ്രിസ് എന്ന് വെച്ചാല് അവശിഷ്ടങ്ങൾ. എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വീണാലായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയുള്ള, നമ്മള് ദുരന്തത്തിന് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ആണ്. അപ്പൊ ദുരന്തം വരുന്നതിനുള്ള നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അപ്പൊ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വീണാലായിട്ട്, ഫ്രം ഫാളിംഗ് എന്ന് വെച്ചാൽ എന്താ? വീഴുക. ഡിബ്രിസ് എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങൾ. അപ്പൊ ദുരന്തം എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വീണാൽ നമ്മൾ എന്ത് വേണം? അതിനായിട്ടുള്ള കറക്റ്റ് അവശിഷ്ടങ്ങൾ വീണാൽ നമ്മൾ അതിന് പേഴ്സണൽ ആയിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ അത് നോക്കണം. അതാണ് ഫസ്റ്റ് പറഞ്ഞത്, എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്. അപ്പൊ ഒന്നുമില്ല,
പേഴ്സണൽ പ്രൊട്ടക്ഷൻ അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഫ്രം ഫാളിംഗ് ഡിബ്രിസ്. എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വീണ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മേത്ത് നമ്മള് പോണതിന് മുമ്പ് നമ്മൾക്കൊരു ക്ലാസ് തരയാണ്. അങ്ങനെ ഓർത്താൽ മതി. നമ്മള് ദുരന്തം നമുക്ക് വരും. അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ നമ്മൾ കരുതിയിരിക്കണം. എന്തെങ്കിലും അവശിഷ്ടം വീണാലെന്ന് പറഞ്ഞത് അത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ പോയിന്റ് അടയാളപ്പെടുത്താം. പേഴ്സണൽ പ്രൊട്ടക്ഷൻ. ഫസ്റ്റ് പോയിന്റ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ. ഓക്കെ. സെക്കൻഡ് എന്താ? പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വൂണ്ടഡ്. പ്രോംപ്റ്റ് റെസ്ക്യൂ എന്ന് വെച്ചാൽ എന്താ? അവിടെ എന്തെങ്കിലും പരിക്കേറ്റവരൊക്കെ ഉണ്ടെങ്കിൽ, വൂണ്ടഡ് മുറിവേറ്റവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തുക. അവരെ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തുക. ഉടൻ തന്നെ രക്ഷിക്കണം. പ്രോംപ്റ്റ് റെസ്ക്യൂ. രണ്ടാമത്തെ പോയിന്റ് പ്രോംപ്റ്റ് റെസ്ക്യൂ. അവരെ രക്ഷപ്പെടുത്താം. പിന്നെന്താ? ട്രിയാജ്. ട്രിയാജ് എന്താ? ട്രിയാജ് ഓഫ് ദ വൂണ്ടഡ്. ട്രിയാജ് എന്ന് വെച്ചാൽ വിചാരണ. ട്രിയാജ് എന്ന് വെച്ചാൽ വിചാരണ. അങ്ങനെ മുറിവേറ്റവരെ നമ്മൾ വിചാരണ ചെയ്യുക. മുറിവേറ്റവര് വൂണ്ടഡ് എന്ന് വെച്ചാൽ ഈ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്പം എന്ത് ചെയ്യണം? മുറിവേറ്റവരെ വിചാരണ ചെയ്യാം. വിചാരണ ചെയ്യാന്ന് വെച്ചാൽ എന്താ വിചാരണ ചെയ്യാന്ന് വെച്ചാ? എല്ലാവരും ഇവിടെ ഇല്ലേ? ആരും എല്ലാരും ഓണാക്കി വെച്ചിട്ട് പോയാ? ഓക്കെ. എന്താ പറഞ്ഞ? എന്താ വിചാരണ ചെയ്യാന്ന് വെച്ചാ? ഒരാൾ പറയല്ലേ? കമന്റ് ചെയ്യ്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയാണോ? അങ്ങനെയാണ് ഐശ്വര്യ പറഞ്ഞത്. അത്ര വേറെ ആർക്കില്ലേ കമന്റ് പറയാനൊന്നും? എന്താ വിചാരണ? ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കാത്ത കാരണം ആരും ഒരു ഇതുമില്ല അല്ലെ? എല്ലാരും വെച്ചിട്ട് പോയി തോന്നണം. 2-3 പേര് മാത്രമേ ഇരിക്കണുള്ളൂ. ആണാ? ചോദ്യം ചോദിക്കണം. പക്ഷെ നമുക്ക് അതിനുള്ള ടൈമില്ല. നമുക്ക് പോർഷൻസ് എടുത്ത് തീർക്കണം. നിങ്ങൾക്ക് ഈ മാസമാണ് ലാസ്റ്റ് ക്ലാസ് കഴിയണത്. പോർഷൻ എടുത്ത് തീരാത്തത് കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി സമയം തന്നേക്കുന്നത്. ഡിസംബർ 2nd വീക്ക് വരെ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ അതിനുള്ളിൽ തീർക്കണം. എന്നാലും വിചാരണ എന്നുള്ളത് ആർക്കും അറിയണില്ല. വിചാരണ എന്ന് വെച്ചാല് നമ്മള് ഡീറ്റെയിൽസ് ആരില്ല. ഓക്കെ. നമ്മൾ വിചാരണ എന്ന് വെച്ചാൽ അവർ മുറിവേറ്റവർ ഒരുപാട് പേര് കറക്റ്റ് റീസൺ കണ്ടെത്തണം. ഓക്കെ. പലവർക്കും പല ഇതാണ്. എല്ലാം വന്നു ചേർന്നത് എന്താ? അവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരെ വിചാരണ ചെയ്യുക. അവരോട് മനസ്സിലാക്കുക എങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് അവർക്ക് വൂണ്ടഡ്, എങ്ങനെ മുറിവുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് പേഴ്സണൽ പ്രൊട്ടക്ഷൻ. സെക്കൻഡ് പോയിന്റ് പ്രോംപ്റ്റ് റെസ്ക്യൂ. മൂന്നാമത്തെ ട്രിയാജ്. നാലാമത്തെ എന്താ? റിസസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇഞ്ചുറി വിക്ടിംസ്. എന്ന് വെച്ചാൽ പരിക്കേറ്റ ഇരകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? റിസസിറ്റേഷൻ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. റിസസിറ്റേഷൻ എന്താ? പുനരുത്തേജനം എന്ന് വെച്ചാൽ അവർ ക്ഷീണിച്ച് പരിക്കേറ്റവര് അതിൻ്റെതായ ഒരു ഇതിൽ കിടക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ഉയർത്തെണീപ്പിക്കാം. പുനരുത്തേജനം കൊടുക്കാം അല്ലെ? ഫസ്റ്റ് എയ്ഡ് ഫോർ ഇഞ്ചുറീസ്. റിസസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇഞ്ചുറി വിക്ടിംസ്. പ്രഥമ ശുശ്രൂഷ കൊടുക്കുക. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു പേഷ്യന്റിന് വന്നാൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുള്ളൂ. നമ്മളെ കൊണ്ടായത് നമ്മൾ ആദ്യം കൊടുക്കും അല്ലെ? അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക പേഷ്യന്റിന്. എന്താ ചെയ്യാ? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അതുപോലെ തന്നെ റിസസിറ്റേഷൻ കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താ? പ്രിപ്പോസിഷനിങ് ഓഫ് റിലീഫ് സപ്ലൈസ്. എന്താ? ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതൽ എന്ന് വെച്ചാൽ എന്താ? റിലീഫ് കൊടുക്കുക. നമ്മള് സർജിക്കൽ എക്യുപ്മെന്റ്, എസെൻഷ്യല്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്കൊക്കെ ഒരു റിലീഫ് സപ്ലൈസ്, മെഡിസിൻ സപ്ലൈ ചെയ്യണത് ആരാ? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അവരുണ്ടെങ്കിൽ എസെൻഷ്യൽ മെഡിസിൻസ്, ബ്ലാങ്കറ്റ്സ്, അവർക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ, അവർക്ക് മുറിവേറ്റവർ കിടക്കുകയാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ, എന്തെങ്കിലും പുതപ്പ് വേണം, ഭയങ്കര തണുപ്പാണെങ്കിൽ നമ്മൾ അത് ബ്ലാങ്കറ്റ് റെഡിയാക്കി കൊടുക്കുക. അവർക്ക് സർജിക്കൽ എക്യുപ്മെന്റ്, എന്തെങ്കിലും ചെറുതായിട്ട് അവർക്ക് എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെറിയ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. സർജിക്കൽ എക്യുപ്മെന്റ്, എസെൻഷ്യൽ മെഡിസിൻസ്, എന്തെങ്കിലും മരുന്ന് വേണം, പെയിൻ കില്ലർ വേണം,
അവർക്ക് പിന്നെന്താ കോട്ടൺ വേണം, ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് അത് തുടയ്ക്കാനായിട്ട് കോട്ടൺ ഒക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പ്രിപ്പോസിഷൻ ഓഫ് റിലീഫ്, നമ്മൾ അവർക്ക് റിലീഫ് ആവണത്, അവർക്കൊരു ആശ്വാസമാവാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. നമ്മളെ കൊണ്ട് കഴിയണത് നമ്മൾ ചെയ്യണം. റിലീഫ് സപ്ലൈസ്, അവർക്കൊരു ആശ്വാസമാവാനായിട്ട് ആ റിലീഫ് സപ്ലൈസിൽ സർജിക്കൽ എക്യുപ്മെന്റ് വരും, എസെൻഷ്യൽ മെഡിസിൻ വരും, ബ്ലാങ്കറ്റ്, എന്തെങ്കിലും പുതപ്പൊക്കെ വേണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു റിലീഫ് കിട്ടും അല്ലെ. അതാണ് നെക്സ്റ്റ് പോയിന്റ്. എന്താ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ടെമ്പററി ആയിട്ട് താൽക്കാലിക ജലവിതരണം സ്ഥാപിക്കാനായിട്ട്, എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ അവിടെ എന്തെങ്കിലും തീപിടുത്തൊക്കെ ആണെങ്കിൽ എന്താ, പെട്ടെന്ന് വെള്ളം തീയെ പിടിച്ചൊരു ഡിസാസ്റ്റർ ഉണ്ടായി, അപ്പൊ നമ്മള് മാറി നിൽക്കല്ല, നമ്മൾ എന്താ ആ സമയത്ത് വെള്ളം വാട്ടർ സപ്ലൈ ഇവിടുന്ന വെള്ളം കിട്ടാന്ന് വെച്ച് വെള്ളം കൊണ്ടുവന്ന് അത് തീയൊക്കെ അണച്ച് നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ വാട്ടർ സപ്ലൈസ്. പിന്നെന്താ, വെള്ളം എന്തെങ്കിലും അവർക്ക് വെള്ളം കുടിക്കണം, അവര് ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ്, അപ്പൊ അവർക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കാനായിട്ട് നമ്മള് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈ, താൽക്കാലികമായിട്ടുള്ള, സ്ഥിരമായിട്ട് വേണ്ട, അവിടെ നിന്ന് ഒരു റിലീഫ്, ആ ഒരു ദുരന്തത്തിൽ നിന്ന് അവരവിടെ നിന്ന് പോണ വരെ എന്ത് ചെയ്യണം, താൽക്കാലികമായിട്ട് ഒരു വാട്ടർ സപ്ലൈ റെഡിയാക്കി കൊടുക്കാം. പിന്നെ അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്. എന്താ, വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ഓരോ ചുമതലകൾ, റെസ്പോൺസ്, നമ്മൾ അലോക്കേഷൻസ് ഓഫ് നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഈ റിലീഫ് പല പല മേഖലകൾ, നമ്മൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ദുരന്തങ്ങളിൽ പെട്ടവർക്ക്, ഇപ്പൊ തന്നെ വെള്ളപ്പൊക്കം ആണെങ്കിലും, വെള്ളപ്പൊക്കം വന്നു നമ്മുടെ നാട്ടിലൊക്കെ, വെള്ളപ്പൊക്കം വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ കൊണ്ടായത് ചിലവര് ഭക്ഷണ സാധനങ്ങള്, പുതപ്പുകള്, അവർക്ക് വെള്ളം, ഡ്രസ്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മള് കൊടുത്തു. അത് ഓരോരുത്തർക്ക് ഉള്ള പോലെ കൊടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് പേര് അവരുടെ അടുത്ത് പോയി, പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു. ഇപ്പൊ തന്നെ വയനാട് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു, ഒരുപാട് വീടൊക്കെ പോയെങ്കിലും എന്തോരം ക്യാഷ് നമുക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റി. പക്ഷെ നമ്മളെ കൊണ്ട് അതൊന്നും അവർക്കൊന്നുമല്ല. കാരണം എന്താ, അവരുടെ വേണ്ടപ്പെട്ടവരും വീടും അടക്കം ഒഴിച്ചു പോയി. എന്നാലും നമുക്കൊരു റിലീഫ്, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്, നമ്മൾക്കൊന്നും പറ്റിയിട്ടില്ല, അപ്പൊ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി അവർക്കൊരു ചെറിയൊരു റിലീഫ് ആവാനായിട്ട്, റിലീഫ് ആക്ടിവിറ്റീസ്, അവർക്ക് എന്തെങ്കിലും വിവിധ എന്താ ചുമതലകൾ, നമുക്ക് ഇപ്പൊ പല സ്ഥലത്തും ക്യാമ്പ് അടിച്ചായിരിക്കും താമസിക്കുന്നത്. അപ്പൊ അവരെവിടെയായിരിക്കും, നമ്മൾ ഇന്ന സ്കൂളിൽ മാത്രമല്ല, അപ്പൊ നമ്മൾക്ക് പറ്റാവുന്ന സ്ഥലത്ത് ആ ഒരു ക്യാമ്പിലെ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്, പല സ്ഥലത്ത് അവർ ആശ്വാസത്തിനായിട്ട് നിൽക്കുന്നുണ്ടാവും. അവിടെ ചെന്ന് നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ടായ വീതം കൊടുക്കാൻ പറ്റണം. അതാണ് അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ പോയിന്റ്സുകൾ കണ്ട കറക്റ്റ് നല്ല ബ്ലാക്കിൽ വരച്ചിട്ട് എഴുതിയേക്കണത്, നന്നായിട്ട് കണ്ടിട്ടും ബ്ലാക്കിൽ എഴുതിയേക്കണത് മാത്രമേ പോയിന്റ്സ് ഉള്ളൂ. നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. ആ പോയിന്റ്സ് നോക്കാം. ഒന്നാമത് സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ, പേഴ്സണൽ പ്രൊട്ടക്ഷൻ, പ്രോംപ്റ്റ് റെസ്ക്യൂ, ട്രിയാജ്, റെസിസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. പിന്നെ റിലീഫ് സപ്ലൈ, റിലീഫ് കൊടുക്കാം നമ്മൾക്ക് നമ്മളെ കൊണ്ട്. അപ്പൊ റിലീഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സർജിക്കൽ എക്യുപ്മെന്റ്, ബ്ലാങ്കറ്റ്, എസെൻഷ്യൽ മെഡിസിൻ നോക്കാം. നമ്മൾ മരുന്ന് എന്താ, അവർക്കൊരു റിലീഫ് സപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ആവണത് എന്താ, നമുക്ക് എന്താ സപ്ലൈ ചെയ്യാൻ പറ്റുക, അത്യാവശ്യത്തിന് എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ പറ്റും. വല്ല സർജിക്കൽ എക്യുപ്മെന്റ് എന്തെങ്കിലും അവർക്ക് വേണമെങ്കിൽ, എന്തെങ്കിലും ചിലപ്പോ എന്താ വല്ല മുറിവിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റാനായിട്ട് കോട്ടൺ, സർജിക്കൽ എക്യുപ്മെന്റ്സിൽ കോട്ടൺ പെടും. ബ്ലഡ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ പോവാനായിട്ട് നമ്മളെ കൊണ്ടായത് നമ്മൾ കൊടുക്കണം, ഏതാ കോട്ടൺ കൊടുക്കണം. ചിലപ്പോ നിങ്ങളോട് ചോദിക്കും, ഇതിൽ സർജിക്കൽ റിലീഫ് സപ്ലൈ ചെയ്യണത് ഏതൊക്കെയെന്ന് ചോദിക്കും. ഈ സർജിക്കൽ എക്യുപ്മെന്റും മെഡിസിൻസും ബ്ലാങ്കറ്റ്സും ഓർത്തിരിക്കുക, മനസ്സിലായ? വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കൂ, ഇത് റിലീഫ് സപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് നോക്കാം. റിലീഫ് സപ്ലൈസിന് സർജിക്കൽ എക്യുപ്മെന്റും എസെൻഷ്യൽ മെഡിസിൻസും ബ്ലാങ്കറ്റ്സും, ആ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെന്താ, വാട്ടർ സപ്ലൈ, നമ്മൾക്കറിയാം അവര് വാട്ടർ സപ്ലൈ ചെയ്യണം. അത് സ്ഥിരമായിട്ട് വേണ്ട, ആ സമയത്ത് ആ ദുരിതാശ്വാസം, ആ ദുരന്തം എവിടെ നടന്നാൽ അവർക്ക് എന്തെങ്കിലും വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആ വെള്ളം അവരവിടെ ഉള്ളിടത്തോളം വരെ നമ്മൾ അതിനുള്ള താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തോടെ എന്താ, റിലീഫ് ആക്ടിവിറ്റീസ്, നമ്മൾ അവരെ കൊണ്ടായത് ഡിഫറെന്റ് പല സ്ഥലത്ത് പല ക്യാമ്പുകളിൽ ഒരുപാട് പേര് റിലീഫ് വേണ്ടി താമസിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അവർക്കായിട്ട് നമ്മളെ കൊണ്ടായ ഒരു ചുമതലകൾ നമ്മൾ ചെയ്യാം. റെസ്പോൺസിബിലിറ്റി, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത്രയും കാര്യങ്ങളാണ് എന്താ ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡിൽ പറഞ്ഞേക്കണം. ആ പോയിന്റുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി.
ഓക്കെ, അതിന്റെ അപ്പുറത്തേക്ക് ചോദിക്കുന്നത് ആ ബ്രാക്കറ്റിലുള്ളതും ഓർത്തിരിക്കാം. ബ്രാക്കറ്റിൽ എന്തെന്നാ പറഞ്ഞേക്കണേ എന്നുള്ള കാര്യങ്ങളും ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്. ഇനി ഇതിലൊരു പ്ലാനിങ് ഉണ്ട്. ഡിസാസ്റ്ററിന് മുമ്പ്, ദുരന്തത്തിന് മുമ്പ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. എന്താ? ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. എന്താ? ദുരന്തത്തിന് മുമ്പുള്ള ആ ഒരു പ്ലാനിങ്, ആസൂത്രണം. ദുരന്തത്തിന് മുമ്പുള്ള ആസൂത്രണം എങ്ങനെ? എന്താ പറഞ്ഞേ? ഫോർമേഷൻ. എന്ത് ഫോർമേഷനാ? ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. എന്താ? ഹോസ്പിറ്റലില് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം, ഫോർമേഷൻ ചെയ്യണം. വേണ്ടേ? അങ്ങനെയാണ് നമ്മളിപ്പോ ദുരന്തം ഉണ്ടാവും. ഏത് സമയത്തും ദുരന്തം ഉണ്ടാവാം. ഹോസ്പിറ്റൽ അത് നമ്മളത് കണക്കാക്കണം. എപ്പോ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? ഒന്ന് ഫോർമേഷൻ ചെയ്യണം, ഒരു രൂപീകരിക്കണം. എന്താ രൂപീകരിക്കണ്ടേ? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഓക്കെ, ഹോസ്പിറ്റലില് ഒരു ദുരന്ത നിവാരണ കമ്മിറ്റി രൂപീകരിക്കണം. ഓക്കെ, അതിന് ആരൊക്കെ മെമ്പർ ആവണം? ഇമ്പോർട്ടന്റ് ആണ്. മെമ്പറിന്റെ പേരോ മെമ്പർമാർ ആരൊക്കെയാണെന്നുള്ളതൊന്ന് ഓർത്തിരുന്നാ മതി. ബൈ ഹാർട്ട് ഓരോന്നോരോന്നും പഠിക്കണ്ട. മെമ്പർ ആരെന്ന് ഓർത്താൽ മതി. കാരണം നിങ്ങളോട് ചോദിക്കും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ മെമ്പർ ആയവര് താഴെ പറയുന്നവരിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കി കിട്ടണം. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരും. ഷുവർ ആണ്. നിങ്ങൾ ഏത് എക്സാമിനായാലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു മെമ്പറിനെ കുറിച്ച് ചോദിക്കും. ആ മെമ്പർ താഴെ കാണുന്നതിൽ ഉണ്ടെങ്കിൽ ഇതെന്ന് എഴുതാം. 14 മെമ്പേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നും ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, മനസ്സിലാവണില്ല? എല്ലാവരും ഇല്ല ഇവിടെ? എല്ലാവരും ഉണ്ടാ? ഓക്കെ, ഓക്കെ 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 ഓക്കെ. ഇടക്കിടക്ക് ഞാൻ ചോദിക്കണത് ഉണ്ടോ എന്ന് ചോദിക്കണത് അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്ടാ. ബോറടിക്കണൊന്നുമില്ലല്ല? ഇഷ്ടല്ലേ? ബോറടി ഉണ്ടാ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ മെമ്പർ നമ്മൾ പഠിക്കുന്നത് പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്. പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് ഹോസ്പിറ്റലിൽ വേണം, അത് രൂപീകരിക്കണം. അത് രൂപീകരിക്കാനായിട്ട് എങ്ങനെ മെമ്പർ വേണം? 14 മെമ്പർ ഇൻക്ലൂഡ് മെമ്പർമാര് വേണം. അതിലൊരു മെമ്പറാണ് ഫസ്റ്റ് തന്നെ വേണ്ട മെമ്പർ. ആരാ? ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് രൂപീകരിക്കാൻ ആദ്യം വേണ്ടത് ആരാ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വേണം, അഡ്മിനിസ്ട്രേഷൻ വേണം. നെക്സ്റ്റ് മെമ്പർ ആരാ? മെമ്പർ ഫ്രം ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്. നെക്സ്റ്റ് ആരാ? ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ബോർഡ് വേണം. വേണ്ടേ? അപ്പൊ മെയിൻ ആയ 2 ആൾക്കാരെത്തി. ഫസ്റ്റ് വന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വന്നു. നെക്സ്റ്റ് ആരാ വേണ്ടേ? ആ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ബോർഡ് വേണം. മാനേജ്മെന്റ് ബോർഡ് മൊത്തം വേണ്ട. മാനേജ്മെന്റ് ബോർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു മെമ്പർ മതി. മെമ്പർ ഫ്രം മാനേജ്മെന്റ് ബോർഡ്. മനസ്സിലായ? മാനേജ്മെന്റ് ബോർഡിന്റെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ബോർഡ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ മാനേജ്മെന്റ് ബോർഡിൽ നിന്ന് ഒരു മെമ്പർ വേണം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വേണം. ഇപ്പൊ 2 പേരായി. മൂന്നാമതാരാ? ദ ചീഫ് ഹെഡ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചീഫ് വേണം. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു ചീഫ് വേണം, ഹെഡ് ആയിട്ട്. അതും എന്ത് ചീഫാ? ഹെഡ്. സാധാരണ ആരെങ്കിലും മതിയാ? അല്ല, ചീഫ് അല്ലെങ്കിൽ ഒരു ഹെഡ് ആരെങ്കിലും ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കണം. അണ്ടർലൈൻ ചെയ്യാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ബാക്കി നിങ്ങളൊക്കെ എഴുതാം. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ചീഫ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആരാ? the chief head of various ancillary department. ancillary department എന്ന് വെച്ചാൽ എന്താ? വിവിധ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ വിവിധ അനുബന്ധ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. നമ്മൾ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു, അതാണ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാൽ ബാക്കി അനുബന്ധ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ വേറെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇല്ലേ? ആ ഹോസ്പിറ്റലിൽ ഏത് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്? പിന്നെ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ ഒരു ഹെഡ്, ഇല്ലേ? ഓഫീസ് അനുബന്ധ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ആൻസിലറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അനുബന്ധ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് പെടും.
പിന്നെ സെക്യൂരിറ്റി ഗാർഡന്മാര് അവരൊക്കെ നിൽക്കണതിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന് ഒരു ഹെഡ്. പിന്നെ ആരാ? പിന്നെ നമ്മുടെ ലിഫ്റ്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുണ്ടാവും, ലിഫ്റ്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതിൽ നിന്ന് ഒരു ചീഫ്, ഒരു ഇല്ലെങ്കിൽ ഒരു ഹെഡ്. പിന്നെ ആരാ? ഹോസ്പിറ്റലിൽ ഇലക്ട്രീഷ്യന്മാരുണ്ടാവും, ആ ഇലക്ട്രീഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ടാവും? അതിൽ നിന്ന് ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ചീഫ്. അങ്ങനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലായിട്ട് അനുബന്ധമായിട്ടുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ചീഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, രണ്ടാമത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നിന്ന് ഒരു മെമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ ആരാ? ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചീഫ് ഉണ്ട് അല്ലെങ്കിൽ ഹെഡ് ഉണ്ടായിരിക്കണം. ആൻസിലറി ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിലെ അനുബന്ധപ്പെട്ട ഈ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലാണ്ട് വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ ചീഫ് അല്ലെങ്കിൽ ഓരോ ഹെഡ് ഉണ്ടായിരിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ചീഫ് ഉണ്ടാവും അല്ലെ, ഒരു മെയിൻ ആയിട്ട് ഒരാൾ ഉണ്ടാവില്ലേ? അപ്പൊ അയാളാണ് പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് നമ്മൾ രൂപീകരിക്കുമ്പോ അതിന്റെ എന്താ ആ കമ്മിറ്റിയിലെ മെമ്പർ. പിന്നെ ആരാ? അഞ്ചാമത്തെ ആരാ? ചീഫ് നഴ്സിംഗ് സുപ്പീരിയന്റ് അല്ലെങ്കിൽ മേട്രൺ. ഓക്കെ, ഇതിലൊരു പ്രത്യേകത ഉണ്ട്, എല്ലാരും പറയണത് ചീഫാണ്. മെയിൻ ആയിട്ട് വേണ്ടത് ആരാ? ഇവരെല്ലാത്തിന്റെ ലീഡറാണ് വേണ്ടത്. നഴ്സുമാര് പോരാ, നഴ്സുമാരുടെ സുപ്പീരിയന്റ് വേണം, ലീഡർ വേണം, മേട്രൺ വേണം അല്ലേ? പിന്നെന്താ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ അനുബന്ധ ഡിപ്പാർട്ട്മെന്റിൽ പെടും, എന്നാലും അവർ സെപ്പറേറ്റ് എടുത്ത് കൊടുത്തേക്കണാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അത് ചിലപ്പോ അനുബന്ധത്തിൽ വരില്ല, കാരണം എന്താ? ക്യാഷ് കാര്യങ്ങള്, ഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണത് അല്ലെ. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിനൊരുപാട് കാശ് ചെലവുണ്ടാവും ഇല്ലേ? കുറെ കാര്യങ്ങൾ മേടിക്കാനുണ്ടാവും, കുറെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ക്യാഷ് സംബന്ധമായിട്ടുണ്ടാവും. അപ്പൊ എന്ത് വേണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേണം. അപ്പൊ അതിലാരെങ്കിലും. പിന്നെന്താ? ദ സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്. എന്താ പറഞ്ഞേ? സ്റ്റോർ ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇതിന് വേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് രൂപീകരിക്കാൻ ഒരു വെറുതെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് രൂപീകരിച്ചെന്ന് പറഞ്ഞ ഒരു റൂമിൽ ഇരുന്നാൽ മതിയാ? അല്ല, അതിന് വേണ്ട എക്യുപ്മെന്റ് വേണം, അതിന് ഒരുപാട് ആക്ടിവിറ്റീസ് വേണം. അതിന്റെ കാര്യങ്ങൾക്ക് അതിന്റെ സ്റ്റോർ അതെവിടെയാണ് ഉണ്ടാവുക? അതിങ്ങനെ സ്റ്റോർ, അതിന് സെപ്പറേറ്റ് സ്റ്റോറും വേണം, അത് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും വേണം. ഓക്കെ, ഈ സ്റ്റോറും വേണം, സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റും വേണം. എട്ടാമത്തെ പോയിന്റ് എന്താ? ദ ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആ ഹോസ്പിറ്റലില് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിലെ ആരെങ്കിലും. പബ്ലിക് റിലേഷൻ ആൻഡ് എന്താ? ലീസോൺ ഓഫീസ്. ലീസോൺ ഓഫീസ് എന്ന് വെച്ചാൽ എന്താ? ബന്ധപ്പെട്ടത്. ലീസോൺ എന്ന് വെച്ചാൽ ബന്ധപ്പെട്ടത്, പബ്ലിക് റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേഷൻ, ഒന്നല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ. ഓക്കെ, അത് വേണം. പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ ലീസൺ ഓഫീസ്, ഇതൊക്കെ വേണം. ഈ ഓഫീസൊക്കെ വേണ്ടേ? ഇതൊക്കെ പറയണത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വേണം, അതുപോലെ മെമ്പർ വേണം, ചീഫ് വേണം, ഹെഡ് വേണം എന്നൊക്കെ പറയണത് ശ്രദ്ധിച്ച് ഇരിക്കുക. കാരണം സ്റ്റോർ വേണം, അതുപോലെ തന്നെ അത് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം, ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണം, പബ്ലിക് റിലേഷൻ ആൻഡ് ലീസൺ ഓഫീസ് വേണം, പബ്ലിക് റിലേഷൻ ആൻഡ് ലീസൺ ഓഫീസ് വേണം. 10th വൺ എന്താ? ദ ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന് ഒരു മെയിൻ ആയ ഒരു ചീഫ് വേണം, മെയിൻ ആയ ഒരു സെക്യൂരിറ്റി വേണം, വേണ്ടേ? അപ്പൊ അതിനാരാ വേണ്ടേ? ഒരു സെക്യൂരിറ്റി വേണം, മെയിൻ ആയിട്ട് ഒരു ചീഫ് സെക്യൂരിറ്റി വേണം. പിന്നെന്താ? ദ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്. സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു കറക്റ്റ് സാനിറ്ററൈസിങ്, നമ്മൾ പറഞ്ഞില്ലേ ഇതിന്റെ സാനിറ്ററൈസിങ്, ഒരു ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം, സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു അപ്പൊ തന്നെ നമ്മളെ കൊണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയിട്ട് പറ്റണില്ല. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ആ ഡിപ്പാർട്ട്മെന്റിൽ ഇൻഫോം ചെയ്താൽ മതി, അവർ വന്ന് ക്ലീൻ ചെയ്യാൻ, അണുവിമുക്തമാക്കാൻ. ഓക്കെ, സാനിറ്റേഷൻ വെച്ചാൽ അണുവിമുക്തമാക്കാൻ. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം, വേണ്ടേ? ഇപ്പൊ വല്ല തീയൊക്കെ പിടിച്ചു, വെള്ളം വന്നു, വെള്ളം കൊണ്ടുവന്നു, നമ്മൾ ആ തീയൊക്കെ അടക്കി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? അവിടെ നിറച്ച് ഈ തീ പിടിച്ചതിന്റെയും ചാരത്തിന്റെയും വെള്ളത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങളായിരിക്കും അല്ലെ? അപ്പൊ അത് ക്ലീൻ ആക്കണമെങ്കിൽ ആര് വേണം?
അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇൻഫോം ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് വരും. അതാണ് ദ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഹോസ്പിറ്റൽ കിച്ചൺ അല്ലെങ്കിൽ ഡയറ്ററി സർവീസ് വേണ്ടേ? ഹോസ്പിറ്റലില് ഒരു കിച്ചൺ വേണം. അതാ എവിടെ വേണ്ട? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയിലാണ് വേണ്ടത്. ഹോസ്പിറ്റലിലുണ്ട്, പക്ഷെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഒരു കിച്ചൺ വേണം. കിച്ചൺ വേണ്ടേ? അവിടെ ഉള്ള ആർക്കെങ്കിലും കുറച്ച് വെള്ളം ചായ കുടിക്കണമെങ്കിലാ, വെള്ളം കുടിക്കണമെങ്കിലാ. പിന്നെ ഡയറ്ററി സർവീസ് അതും വേണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒരു കഴിക്കണമെങ്കിലാ വേണ്ടേ? അപ്പൊ അതും വേണം. പിന്നെന്താ? ദ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റും വേണ്ടേ? അപ്പൊ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ അത് പ്രസന്റ്, ഈ പ്രസന്റ് എന്ന് വെച്ചാൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി അവിടെ ഉണ്ടെങ്കിൽ. ഓക്കെ, ആ സമയത്ത് സോഷ്യൽ വെൽഫെയർ ക്ഷേമം, നമ്മുടെ സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രസന്റ് ആ സമയത്ത്. ഇപ്പോഴല്ല, അതാ ഉണ്ടാവുന്ന സമയത്ത് കറക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഹോസ്പിറ്റൽ യൂണിയൻസ് എല്ലാത്തിനും അത് എവിടെ ഉണ്ടാവും. എന്തൊരു സംഘടന തുടങ്ങെങ്കിലും, എന്തൊരു പുതിയ കമ്മിറ്റി രൂപീകരിക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഹോസ്പിറ്റൽ യൂണിയൻ വേണം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവർക്ക് എന്തെങ്കിലും റൈറ്റ്സ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റൽ യൂണിയൻസ്, നമ്മുടെ ആ യൂണിയൻസിനോട് പറഞ്ഞാണ് ഇതെല്ലാം അറിയണത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ യൂണിയൻസ് വേണം, വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് വേണം, കിച്ചൺ വേണം, സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് വേണം, സെക്യൂരിറ്റി വേണം, ചീഫ് സെക്യൂരിറ്റി വേണം, പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ ലീസൺ ഓഫീസ് വേണം, ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണം, സ്റ്റോഴ്സ് വേണം, അത് സപ്ലൈ ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് വേണം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, നഴ്സിംഗ് സുപ്പീരിയന്റ്, പിന്നെ ഹെഡ്, രണ്ടുപേരെ ഹെഡ് വേണം. ഒന്ന് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും പിന്നെ ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്, എന്തെങ്കിലും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ലീഡർ. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ് വേണം. മെയിൻ ആയിട്ട് വേണ്ട ഒരാളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അവര് വേണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റുള്ളൂ. ഈ 14 പോയിന്റ് എല്ലാവരും ഓർത്തിരുന്നാൽ മതി. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം ഇതെന്തിലുള്ളതാ? നമ്മൾ പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് രൂപീകരിക്കാനുള്ളത്. പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്, ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ച് വെക്കണം. അതിനുള്ള മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? കുഴപ്പമില്ലല്ല? ഓക്കെ ആണോ? എല്ലാവരും ഉണ്ട് അവിടെ? ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് എന്താ? ഇനിഷ്യേഷൻ ഓഫ് സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഇനിഷ്യേഷൻ ഓഫ് സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ? ഇൻസിഡന്റ് കമാൻഡ് സ്ട്രക്ചർ, സെൻട്രൽ കമാൻഡ് ഘടന എന്നാണ് പറയണത്. സെൻട്രൽ കമാൻഡിന്റെ ഘടന, സെൻട്രൽ കമാൻഡിന്റെ ഇനിഷ്യേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇനിഷ്യേഷൻ എന്താ അർത്ഥം? തുടക്കം, ആരംഭം. ഇനിഷ്യേഷൻ ഓഫ് തുടക്കം. അപ്പൊ അതിന്റെ കമാൻഡിന്റെ ഘടനയുടെ തുടക്കം, സെൻട്രൽ കമാൻഡിന്റെ തുടക്കം. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം, ICS ഫുൾ ഫോം ചോദിക്കും, അണ്ടർലൈൻ ചെയ്തിടാം. ICS, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ദ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം is standardized approach to the command, control and coordination of emergency response, providing a common hierarchy within which response from multiple agencies can be effective. എന്താ പറഞ്ഞേ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്നത് ഒരു അടിയന്തര പ്രതികരണത്തിന്റെ കമാൻഡാണ്. എന്താ പറഞ്ഞേ? ശ്രദ്ധിച്ചിരിക്കാം. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് എമർജൻസി റെസ്പോൺസ് ആണ്. അടിയന്തര കമാൻഡ് എന്താ? അപ്രോച്ച് ടു ദ കമാൻഡ്, അതൊരു കമാൻഡ് ആണ് അല്ലെ? അതുപോലെ തന്നെ കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന്റെ കോർഡിനേഷൻ ഓഫ് എമർജൻസി റെസ്പോൺസ്, അത് പ്രൊവൈഡ് ചെയ്യണത് എന്താ? കോമൺ ഹൈറാർക്കി എന്ന് വെച്ചാൽ എന്താ? പൊതുവായ ശ്രേണി വിത്ത് ദ റെസ്പോണ്ടേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ ഏജൻസീസ് ആൻഡ് എഫക്റ്റീവ്. എഫക്റ്റീവായ മറ്റ് ഏജൻസികൾ, മൾട്ടിപ്പിൾ ഏജൻസീസ്, ഒരുപാട് ഏജൻസികൾ ഇല്ല, അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ. അടിയന്തര എന്ന് വെച്ചാൽ എമർജൻസി പ്രതികരണത്തിന്റെ കമാൻഡ്, കൺട്രോള്, പിന്നെന്താ? കൺട്രോള്, കോർഡിനേഷൻ. എമർജൻസി ഒന്നുകൂടി പറയാം. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. എന്താ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ
എമർജൻസി റെസ്പോൺസിന്റെ അടിയന്തരമായ റെസ്പോൺസിന്റെ കമാൻഡ്, കൺട്രോള്, കോർഡിനേഷൻ. ഓക്കെ, കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഏകോപനം. ഈ കോർഡിനേഷൻ എന്നിവയ്ക്കുള്ള ഒരു സാധാരണ സമീപനമാണ്. എന്നിവയ്ക്കുള്ള ഒരു സാധാരണ അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയണേ? ICS എന്ന് പറയണേ. ഒന്നും കൂടി പറയാ, എന്താണ് ICS? ICS എന്ന് വെച്ചാൽ എമർജൻസി റെസ്പോൺസ് ചെയ്യുന്ന കമാൻഡ്, കൺട്രോള്, കോർഡിനേഷൻ എന്നിവയെ ഒരു സാധാരണമായിട്ട് നമ്മൾ സമീപിക്കുന്നത്, അപ്രോച്ച് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്? എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണേ? അത് വിച്ച് മൾട്ടിപ്പിൾ ഏജൻസീസ് എന്ന് വെച്ചാൽ ഒരുപാട് ഏജൻസീസുകൾ, ഒന്നിലധികം ഏജൻസികളിൽ നിന്നുള്ള റെസ്പോൺസിബിൾക്ക് ഫലപ്രദമാകാൻ കഴിയുന്ന ഒരു ഹൈറാർക്കിയാണ്, ഒരു കോമൺ ഹൈറാർക്കിയാണ്. ഫലപ്രദമാകാൻ കഴിയുന്ന ഒരു കോമൺ ഹൈറാർക്കിയാണ് ICS എന്ന് പറയുന്നത്. കോമൺ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ പൊതുശ്രേണി, ഒരു പൊതുവായ ഒരു ശ്രേണിയാണ് കോമൺ ICS എന്ന് പറയുന്നത്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുന്നത് കോമൺ ഹൈറാർക്കി അണ്ടർലൈൻ ചെയ്തിടാം. ഫുൾ ഫോം ചോദിക്കും ICS, അതും അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, ഒന്നുകൂടി പറയാം, എന്താണ് ICS? ICS ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച്. എന്തിനാണ് സമീപിക്കണേ? കമാൻഡ്, കൺട്രോള്, കോർഡിനേഷൻ ഓഫ് എമർജൻസി റെസ്പോൺസ്. അടിയന്തരമായിട്ട് അത് റെസ്പോൺസ് ചെയ്യും. എന്താ പ്രൊവൈഡ് ചെയ്യണത്? കോമൺ ഹൈറാർക്കി, പൊതുശ്രേണി, വിച്ച് റെസ്പോണ്ടേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ ഏജൻസീസ് ക്യാൻ ബി എഫക്റ്റീവ്. ഒന്നിലധികം ഏജൻസിയിൽ നിന്നുള്ള പ്രതികരണങ്ങള് ഫലപ്രദമാക്കാൻ, നമുക്ക് ഉപകാരത്തിൽപ്പെടാനായിട്ട്, ഫലപ്രദമാക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊതുശ്രേണിയാണ് ICS എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? HICS എന്താ? ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? Is an incident management system based on principles of the incident command system. അതതിന്റെ പ്രിൻസിപ്പിൾ, തത്വങ്ങളെയാണ് പറയണത്. തത്വങ്ങളെ എന്താ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ തത്വങ്ങളെ, പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സംഭവ മാനേജ്മെന്റ് സിസ്റ്റമാണ്. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറയാം. HICS എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഈസ് എ ബേസ്ഡ്, എന്തിന്റെ ബേസ്ഡ്? പ്രിൻസിപ്പിൾസ്, തത്വങ്ങളുടെ. എന്തിന്റെ തത്വം? ഓഫ് ദ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ തത്വങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇൻസിഡന്റ് ആയ ഒരു മാനേജ്മെന്റ് ആണ്. ഇൻസിഡന്റ് ആയ ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് HICS എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് അസിസ്റ്റ് ഹോസ്പിറ്റൽ. അത് ഹോസ്പിറ്റലിന്റെ എന്തിനൊക്കെ അസിസ്റ്റ് ചെയ്യും? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഇൻ ഇംപ്രൂവിംഗ് എമർജൻസി മാനേജ്മെന്റ്, പ്ലാനിംഗ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി capabilities ഓഫ് അൺപ്ലാനഡ് ആൻഡ് പ്ലാനഡ് events. എന്ന് വെച്ചാൽ എന്താ? പ്ലാനഡ് ആയത് എന്ന് വെച്ചാൽ ആസൂത്രിതമായ ഇവന്റുകൾക്ക് വേണ്ടി അവരുടെ ഏജൻസികൾ മെച്ചപ്പെടുത്താനായിട്ട്, ഏജൻസി അല്ല എന്താ? എമർജൻസി മാനേജ്മെന്റ്. ഓക്കെ, എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. വിച്ച് അസിസ്റ്റ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ. നമ്മളെ അതിനെ അസിസ്റ്റ് ചെയ്യാം, ഹോസ്പിറ്റലിനെ അസിസ്റ്റ് ചെയ്യണ്ടേ? നമ്മളിപ്പോ ഒരു രൂപീകരിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനെ HICS ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അസിസ്റ്റ് ചെയ്യണം ഹോസ്പിറ്റലിനെ. എങ്ങനെ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഒരു ആരോഗ്യ സംരക്ഷണം കൊടുത്ത് അതിന്റെ ഒരു സംഘടന, ഓർഗനൈസേഷന് എങ്ങനെയാണ് അത്? എമർജൻസി മാനേജ്മെന്റ് എന്ന് വെച്ചാല് എമർജൻസി ആയ അവിടുത്തെ മാനേജ്മെന്റിന്റെ പ്ലാനിങ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി capabilities ഓഫ് അൺപ്ലാനഡ് ആൻഡ് പ്ലാനഡ് events. ഓക്കെ, എന്താ പറഞ്ഞേ? പ്ലാൻഡ് ആയ, നമ്മൾ ആസൂത്രിതമായ ഇവന്റുകൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ആസൂത്രണം ചെയ്യണില്ല. ആ ആസൂത്രണം ചെയ്ത് ആ പ്ലാന്റിന്റെ ഇവന്റ് നമ്മൾ എന്തിനൂടെ ആസൂത്രണം ചെയ്യണേ? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതാണ് നമ്മൾ ഇവിടെ രൂപീകരിക്കാൻ പോണേ. ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അത് രൂപീകരിക്കാനായിട്ടുള്ള 14 മെമ്പേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുത്തു.
ആ 14 മെമ്പേഴ്സിനെ പിടിച്ച് നമ്മൾ അവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ എന്താ പറയണേ, ആ 14 മെമ്പേഴ്സിന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ആ പ്ലാൻ തയ്യാറാക്കിയ ആ ഇവന്റുകൾക്കായി നമ്മൾ അവരുടെ എമർജൻസി പ്ലാനിങ്, അവർക്ക് ഇവന്റിന്റെ പ്ലാനിങ് ആയിട്ടുള്ള ആ എമർജൻസി പ്ലാനിങ്, പിന്നെന്താ പ്രതികരണം റെസ്പോൺസ്, അവരുടെ റെസ്പോൺസ്, പിന്നെന്താ റിക്കവറി കപ്പബിലിറ്റീസ്, അവരെ കഴിവുകൾ നമ്മൾ വീണ്ടെടുക്കണം. റെസ്പോൺസ് അവരെ പ്രതികരണം, പിന്നെ റിക്കവറി കപ്പബിലിറ്റീസ് എന്ന് വെച്ചാൽ അവരെ കഴിവുകള് വീണ്ടെടുക്കാനായിട്ട്, അവരെ കഴിവുകൾ വീണ്ടെടുക്കാനും, പിന്നെ അവരുടെ ആ ഒരു ഇത് മാനേജ്, പിന്നെന്താ അൺപ്ലാനഡ് ആൻഡ് പ്ലാനഡ് ഇവന്റ്സ്, അവരെ കഴിവുകൾ വീണ്ടെടുക്കാനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അസിസ്റ്റ് ചെയ്യണം, അവരെ സഹായിക്കണം, അവരെന്ത് ചെയ്യണം, അസിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. HICS എന്ന് വെച്ചാൽ എന്താ? HICS എന്ന് വെച്ചാല് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്നത് എന്താ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ തത്വങ്ങളെ, പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ബേസ് ആയ സിസ്റ്റമാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. വിച്ച് അസിസ്റ്റ്, അതിനെ നമ്മൾക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തിനു അസിസ്റ്റ് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ പ്ലാൻഡ് ആയ ഇവന്റുകൾ, എന്തെങ്കിലും സംഭവം, അൺപ്ലാനഡ് അല്ലെങ്കിൽ പ്ലാൻഡ് ഇവന്റ്, രണ്ട് ഇവന്റും വരാം. അൺപ്ലാനഡ് അല്ലെങ്കിൽ പ്ലാനഡ് ഇവന്റ്. ഈ ഇവന്റുകൾക്കായിട്ട് അവരുടെ എമർജൻസി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇവരെ പ്രശ്നങ്ങൾ പ്ലാനഡ് അല്ല അല്ലെങ്കിൽ പ്ലാനഡ് ആയത്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മാനേജ്മെന്റ് ഉണ്ട്. ആ ഒരു മാനേജ്മെന്റ്, എമർജൻസി മാനേജ്മെന്റിന്റെ പ്ലാനിങ്, പ്രതികരണം അല്ലെങ്കിൽ റിക്കവറി കപ്പബിലിറ്റീസ്, അവരെ കഴിവുകളെ വീണ്ടെടുക്കാനും അവ മെച്ചപ്പെടുത്താനുമായിട്ട് നമ്മൾ എന്താ, ഹോസ്പിറ്റലിനെയും ഹെൽത്ത് കെയറിനെയൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യണം. ഹോസ്പിറ്റലിനെയും ഹെൽത്ത് കെയറിനെ നമ്മൾ എന്ത് ചെയ്യണം, അസിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഓക്കെ അല്ലേ? മനസ്സിലായ എല്ലാവർക്കും? ആ 2 പോയിന്റ് മനസ്സിലായ? ഓക്കെ, സന്ധ്യ, ഷിബു ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്തല്ല, താങ്ക്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇൻസിഡന്റ് സ്റ്റാഫ്. ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പ്രവർത്തനം. ഇൻസിഡന്റ് സ്റ്റാഫ് നമുക്കറിയാം, എന്തെങ്കിലും സംഭവ സ്റ്റാഫിന് ഇൻസിഡന്റ്, സംഭവ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായ ആ സ്റ്റാഫിന്റെ പ്രവർത്തനം. അപ്പൊ ഇൻസിഡന്റ് കമാൻഡ്, അപ്പൊ നമ്മൾ അവിടെ ആ സമയത്ത് ഒരു കമാൻഡർ വരും ഇല്ലേ, അതാണ് ഇൻസിഡന്റ് കമാൻഡ്. ആ കമാൻഡ് എന്താ, എന്തിനാ കമാൻഡ് വരുന്നത്, അതിന്റെ കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയണത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് സ്റ്റാഫിന്റെ, ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങൾ, ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങൾ. ഫസ്റ്റ് ഇൻസിഡന്റ് കമാൻഡർ. ഫസ്റ്റ് ഇൻസിഡന്റ് കമാൻഡർ എന്താ? ഇൻസിഡന്റ് കമാൻഡ് മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ. എന്താ പറഞ്ഞേ? ദുരന്ത പ്രവർത്തനങ്ങളില് ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തം എല്ലാ വശങ്ങളും നമ്മൾ പങ്കാളിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യണം, മാനേജ് ചെയ്യണം. നമ്മൾ മാനേജ് ഓൾ ആസ്പെക്ട്സ്, എല്ലാ ആസ്പെക്ട്സും, എല്ലാ പ്രവർത്തനങ്ങളും ഇൻ ദ ഹോസ്പിറ്റലില് എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ ഡിസാസ്റ്റർ ഓപ്പറേഷൻ ഡിസാസ്റ്റർ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ദുരന്ത പ്രവർത്തനം, എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായി, ഡിസാസ്റ്റർ പ്രവർത്തനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിന്റെ പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യണം. ഓക്കെ, അതിനാണ് കമാൻഡ് വരുന്നത്, ഇൻസിഡന്റ് കമാൻഡർ. അതിനൊരു കമാൻഡർ ഉണ്ട്, അതാണ് സംഭവ കമാൻഡർ എന്ന് പറയണേ. കമാൻഡർ എന്താ ചെയ്യാ? മാനേജ് ഓൾ ആസ്പെക്ട്സ്, എല്ലാ ആസ്പെക്ട്സും, എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യണം. ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യണം. എന്തോട് കൂടിയിട്ടാ? ഈ ഡിസാസ്റ്ററിന്റെ, ഹോസ്പിറ്റലിൽ നടന്ന ഡിസാസ്റ്ററിന്റെ പങ്കാളിത്തത്തോടു കൂടി. മനസ്സിലായ? മാനേജ് ഓൾ ആസ്പെക്ട്സ് ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്ററിന്റെ ഓപ്പറേഷൻ, അതാരാണോ അത് ചെയ്യണത് അവര് പാർട്ടിസിപ്പേഷൻ ചെയ്യണം. അതാണ് ഇൻസിഡന്റ് കമാൻഡർ. നെക്സ്റ്റ് രണ്ടാമത്തെ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ രണ്ടാമത്തെ, അവരുടെ വർക്ക് എന്താ? സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, 8 പേര് കൊടുത്തിട്ടുണ്ട്. ആ 8 പേർക്കും 8 ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, അങ്ങനെ ഇങ്ങോട്ട് മാറരുത്.
ഇൻസിഡന്റ് കമാൻഡിന് എന്താ ചെയ്യാ? ഒന്നും കൂടി പറയാ. ഇൻസിഡന്റ് കമാൻഡ് ചെയ്യണത് മാനേജ് ചെയ്യാ എല്ലാ ആസ്പെക്ട്സും. ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്തെങ്കിലും ദുരന്തം നടന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണത് ഇൻസിഡന്റ് കമാൻഡ്. രണ്ടാമത് പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ എന്താ കൈകാര്യം ചെയ്യണ്ടേ? സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. എന്ന് വെച്ചാല് മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പരമായിട്ട് ആ മെഡിക്കൽ ഫീൽഡില് ക്ലിനിക്ക് അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവരങ്ങളുടെ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ആ സർക്കുലേഷൻ ഒക്കെ കൊടുക്കണം. സർക്കുലേഷൻ വെച്ചാൽ എന്തെങ്കിലും വിവരങ്ങൾ കൊടുക്കാം. പബ്ലിക് റിലേഷന്റെ ഓഫീസറിന്റെ ഡ്യൂട്ടി എന്താ ചെയ്യാ? അവര് സർക്കുലേഷൻ കൊടുക്കണം. എല്ലാ സർക്കുലേഷൻ ഓൾ ദ ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷനെ കുറിച്ച് ഒരു സർക്കുലേഷൻ കൊടുക്കുക. എവിടൊക്കെ കൊടുക്കണം? മെഡിക്കൽ ഓർ അതർവൈസ്. മെഡിക്കൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ ഉള്ളില് മെഡിക്കൽ പരമായിട്ടുണ്ടെങ്കിലും അവിടെയും കൊടുക്കണം. മെഡിക്കൽ പരമായിട്ട് ഇല്ലാത്ത സ്ഥലത്ത് എവിടെയാണോ അവിടെയും പോയി ഇതിന്റെ ഈ എല്ലാ ഇൻഫർമേഷന്റെയും സർക്കുലേഷൻ കൊടുക്കണം. അത് രണ്ടാം പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി. മൂന്നാമത്തെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷയും സുരക്ഷിതത്വവും. അതെന്താ ചെയ്യാ? ഓപ്പറേറ്റിംഗ് ആൻഡ് അലർട്ടിംഗ് ഓൾ ദ സെക്യൂരിറ്റി സ്റ്റാഫ് വിത്ത് ദ ഹോസ്പിറ്റൽ ആൻഡ് ഡിപ്ലോയിങ് ദം. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലെ എല്ലാ സുരക്ഷാ ജീവനക്കാരെയും പ്രവർത്തനക്ഷമമാക്കുകയും നമ്മൾ അലർട്ടായിട്ട് ഇരിക്കുകയും അവരെ വിന്യസിപ്പിക്കുകയും ചെയ്യണം. നമ്മള് എന്ത് ചെയ്യാ? ഡിപ്ലോയിങ് ദം. അവരെ നമ്മള് ഒരു മോട്ടിവേഷൻ പോലെ അവർക്ക് റെഡി ആയിട്ടിരിക്കുക, അലർട്ടായിട്ടിരിക്കുക. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓപ്പറേറ്റിംഗ്, നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാൻ. അലർട്ടിംഗ് ദ സെക്യൂരിറ്റി സ്റ്റാഫ് വിത്ത് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സ്റ്റാഫ് ആൻഡ് ഡിപ്ലോയിങ് ദം. ഹോസ്പിറ്റലിൽ എല്ലാ സുരക്ഷാ ജീവനക്കാരെയും, ഓക്കെ, സെക്യൂരിറ്റി സ്റ്റാഫിനെ, ഹോസ്പിറ്റലിലുള്ള എല്ലാ സുരക്ഷാ ജീവനക്കാരെയും പ്രവർത്തനക്ഷമമാക്കണം. പ്രവർത്തിക്കാനായിട്ട് നമ്മൾ കാര്യക്ഷമമാക്കി അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അലർട്ടായിരിക്കണം. നമ്മൾ എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, അങ്ങനത്തെ ഉള്ള രീതിയിൽ നമ്മൾ അലർട്ടായിരിക്കുകയും വേണം. അതാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നാലാമത്തെ പോയിന്റ് എന്താ? ലീസൺ ഓഫീസർ. ലീസൺ ഓഫീസർ എന്ന് വെച്ചാൽ എന്താ? കൊളാബറേറ്റ് വിത്ത് ദ അതർ ഏജൻസീസ് ടു ദ വിക്ടിംസ് ഓഫ് MCI. MCI നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ MCI? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തേ. എന്താ കമന്റ് ഇട്ടേ? MCI എന്താ? നമ്മൾ പറഞ്ഞു കൂട്ടപകടങ്ങള്. ഓക്കെ, മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്. ഗുഡ്, സിസിലി ജോസ് കറക്റ്റ്. എന്താണ് നമ്മൾ പറഞ്ഞേ? മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് കൊളാബറേറ്റ്. അതാണ് ലീസൺ ഓഫീസറിന്റെ ഡ്യൂട്ടി. എന്താ? മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റില് അവിടെ എന്തെങ്കിലും ദുരന്തത്തിന് ഡിസാസ്റ്റർ ഉണ്ടായിട്ട് ഇരയായവർക്ക് മറ്റ് ഏജൻസിയുമായിട്ട് നമ്മൾ അവരെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ വേറെ ഏജൻസി ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. എങ്ങനെ സഹായം ചെയ്തു കൊടുക്കണം? രക്ഷാപ്രവർത്തനം കൊടുക്കാൻ വേണം, ആശ്വാസവും നൽകാൻ വേണം. രക്ഷാപ്രവർത്തനം നൽകണം. പ്രൊവൈഡിങ് റെസ്ക്യൂ ആൻഡ് റിലീഫ്. റെസ്ക്യൂ, അവർക്ക് രക്ഷാപ്രവർത്തനം കൊടുക്കാം. അതുപോലെ തന്നെ റിലീഫ് കൊടുക്കാം. എങ്ങനത്തുള്ള പേഷ്യന്റിനാ? മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്, കൂട്ടപകടങ്ങൾ നടന്നു, അവിടെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ലീസൺ ഓഫീസറാണ് ഡ്യൂട്ടി എടുക്കുക. ആരാണ്? ലീസൺ ഓഫീസർ. ലീസൺ ഓഫീസർ എല്ലാവരെയും കൊളാബറേറ്റ് ചെയ്ത് വേറെ ഏജൻസിക്ക്, അവിടെ വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ ടു ദ വിക്ടിംസ്, അവിടെ ഇരയായവർക്ക്, മാസ് കാഷ്വാലിറ്റിയിൽ ഇരയായവർക്ക് എന്താ ചെയ്യാ? നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേറെ ഏജൻസിയെ വിളിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. റെസ്ക്യൂ ആൻഡ് റിലീഫ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ലീസൺ ഓഫീസറിന്റെ ഡ്യൂട്ടി. അഞ്ചാമത്തെ പ്ലാനിംഗ് ചീഫ്. പ്ലാനിംഗ് ചീഫ് എന്ന് വെച്ചാൽ എന്താ? ആസൂത്രണ മേധാവി. ഇതൊക്കെ ഒരു ആസൂത്രണം ചെയ്യുന്ന ഒരു ചീഫ് ഉണ്ടാവും ഇല്ലേ? ഈ ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ ഇതൊക്കെ ആസൂത്രണം ചെയ്യണ ഒരു ചീഫ് ഉണ്ട്. അയാൾ എന്താ ചെയ്യണ്ടേ? റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിങ്. എന്താ? മാൻ പവർ പ്ലാനിങ്ങിന്റെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ എന്താ? മനുഷ്യശക്തി. നമ്മൾക്ക് എപ്പോഴും മനുഷ്യന് ഈ സംഭവങ്ങൾ എന്തെങ്കിലും ബ്ലഡ്, ഒരുപാട് പേര് മരിച്ചു വീണ് കൊലപാതകങ്ങൾ, എന്തെങ്കിലും ദുരന്തം നടന്നു, വണ്ടിക്ക് ഇടിച്ചു, ഒരു ചോര, ഒരുപാട് പേരെ ചോരൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു പവർ ഉണ്ടാവില്ല. ചിലവര് തലയിറങ്ങിയപ്പോ തന്നെ വീണും, അത്രയും പിന്നെ ഇവരെ കരച്ചിലും ബഹളൊക്കെ കാണുമ്പോൾ നമ്മൾ ആകെ ഇതാവും. അപ്പൊ അതാണ് റെസ്പോൺസിബിൾ. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഈ ആസൂത്രണങ്ങൾ, ഈ പ്ലാനിങ്ങിനൊക്കെ ഒരു മാൻ പവർ, മനുഷ്യശക്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ പ്ലാനിങ് ചീഫിനുണ്ട്. ഓക്കെ, മനുഷ്യശക്തി പ്ലാനിങ്ങിന്റെ ഒരു ആസൂത്രണത്തിന് അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആറാമത്തെ ഓപ്പറേഷൻ ചീഫ്. ഓപ്പറേഷൻ ചീഫ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ നടത്തുന്നതിൽ ഒരു മേധാവി ഉണ്ട്.
അതെന്താ നോക്കാം. കംപ്ലീറ്റ് ഇൻചാർജ് ഓൾ പേഷ്യൻസ് കെയർ ആക്ടിവിറ്റീസ്. അവർക്ക് ആകെ എല്ലാ പേഷ്യൻസിനും കെയർ കൊടുക്കാം. എല്ലാ പേഷ്യൻസിനും എന്ത് കൊടുക്കണം? എല്ലാ രോഗിയെ പരിചരിക്കുന്നതിനുള്ള ആ കെയർ കൊടുക്കേണ്ടത് ആർക്കാ? ഓപ്പറേഷൻ ചീഫിന്. ഓപ്പറേഷൻ ചീഫിന്റെ ഡ്യൂട്ടി എന്താ? ഇൻചാർജ്, എല്ലാത്തിലും ഇൻചാർജ്. ഓൾ പേഷ്യൻസ് കെയർ ആക്ടിവിറ്റീസ്, എല്ലാ പേഷ്യൻസിനും കെയർ കൊടുക്കണം, പരിചരണം കൊടുക്കണം. ആ ഡ്യൂട്ടി ആർക്കാണ്? ഓപ്പറേഷൻ ചീഫിന്. ഏഴാമത്തെ ലോജിസ്റ്റിക് ചീഫ്. ലോജിസ്റ്റിക് ചീഫ് എന്ന് വെച്ചാൽ എന്താ? ഇൻ ചാർജ് ഓഫ് ഓൾ സപ്പോർട്ട് സർവീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇൻ ചാർജ് ഓഫ് ഓൾ സപ്പോർട്ട് സർവീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ എല്ലാ സഹായ സേവനങ്ങൾക്കും ചുമതലയോ കൊടുക്കുക. അവർക്ക് ഓരോന്നിനുണ്ട് സഹായങ്ങൾ. അവിടെ ഹെൽപ്പ് സർവീസ് ഉണ്ട്, സപ്പോർട്ട് സർവീസ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ ഒക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും അപകടം നടന്നിട്ടുണ്ട്, ഇൻസിഡന്റ് ആയിട്ടുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ലോജിസ്റ്റിക് ചീഫിന്റെ ചുമതലയാണ്. ഇൻചാർജ് ഓൾ സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത്. ഓൾ പേഷ്യന്റ് കെയർ കൊടുക്കേണ്ടത് ആരാ? അണ്ടർലൈൻ ചെയ്തിടാ. ഓൾ. അതിന്റെ തൊട്ട് മുമ്പ് 6ാമത്തെ പോയിന്റ് പറഞ്ഞില്ലേ? നിങ്ങൾ ഓരോ പോയിന്റും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. മാൻ പവർ എന്ന് പറയുമ്പോ പ്ലാനിംഗ് ചീഫ് അണ്ടർലൈൻ ചെയ്തിടാ. മാൻ പവർ. ഞാൻ പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. മാൻ പവർ 5ാമത്തെ പോയിന്റ്. മാൻ പവർ പ്ലാനിംഗ് ചീഫ്. 6ാമത്തെ പോയിന്റില് ഓൾ പേഷ്യന്റ് കെയർ. ഓൾ പേഷ്യന്റ്, എല്ലാ പേഷ്യന്റിനും കെയർ കൊടുക്കേണ്ടത് ആരാ? പ്ലാനിംഗ്. ആരാ? ഓപ്പറേഷൻ ചീഫ്. ആരുടെ? ഓപ്പറേഷൻ ചീഫ്. ലോജിസ്റ്റിക്കിന്റെ എന്താ? ഓൾ സപ്പോർട്ട് സർവീസ് അണ്ടർലൈൻ ചെയ്തിടാ. ഓൾ സപ്പോർട്ട് സർവീസ് ലോജിസ്റ്റിക് ചീഫ്. ഓൾ സപ്പോർട്ട് സർവീസ്. 8ാമത്തെ പോയിന്റ് ഫിനാൻസ് ഓഫീസർ. ഫിനാൻസ് ഓഫീസർ എന്താ ചെയ്യാ? അക്കൗണ്ടബിൾ ഫോർ അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് ആൻഡ് ക്ലിയർ വേ ഫോർ എമർജൻസി പർച്ചേസസ്. അത് നമുക്കറിയാം അല്ലെ? അക്കൗണ്ട് ഫിനാൻസുകാരാണ് ഈ കാശിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കാശ് എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ? അടിയന്തര ഫണ്ട് അല്ലെ? എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് എന്താ? അടിയന്തര ഫണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അടിയന്തര ഫണ്ട് അനുവദിക്കുന്നതിനും അത് കൊടുക്കാനുള്ള വഴി ഒരുക്കുന്നതിനും അങ്ങനത്തെ ഉള്ള ഉത്തരവാദിത്തമുള്ളത് ഫിനാൻസ് ഓഫീസർ. അപ്പൊ അക്കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫിനാൻസ് ഓഫീസർ ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഓരോ പോയിന്റുകൾ സ്ട്രെസ് ചെയ്യും. ആ പോയിന്റുകൾ കറക്റ്റ് ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ല. ഓക്കെ, എല്ലാവരും അണ്ടർലൈൻ ചെയ്യണില്ലേ പോയിന്റുകൾ പറയണതൊക്കെ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഇന്ന് കുറച്ചും കൂടി എടുത്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോണേ. കുഴപ്പമൊന്നുമില്ലല്ല? 10 മിനിറ്റും കൂടി ഉണ്ട്, കുഴപ്പമില്ലല്ല? ഓക്കെ, ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്. നമുക്ക് ഓരോന്നിനും ഓരോ പ്രിപ്പറേഷൻ ചെയ്യാം. ജോബ് കാർഡിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്താ? ഈച്ച് ആൻഡ് എവരി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷണൽ ചാർട്ട്. ICS. നമ്മൾ പറഞ്ഞു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇൻസിഡന്റ്. ആ കമാൻഡ് സിസ്റ്റത്തില് നമ്മൾ എന്ത് വേണം? ഈച്ച് ആൻഡ് എവരി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട്. ഈ ഓർഗനൈസേഷൻ ചാർട്ടിലെ ഓരോ സ്ഥാനവും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സ്ഥാനവും ഈച്ച് ആൻഡ് എവരി പൊസിഷൻ, ഓരോ സ്ഥാനത്തിനും ഓരോ ചാർട്ടാണ്. ഓർഗനൈസേഷൻ ചാർട്ടിലെ ഓരോ സ്ഥാനവും അത് പറഞ്ഞേക്കണത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ കണക്റ്റഡ് ഇല്ല. അപ്പുറത്തെ വരി 2ാമത്തെ ലൈൻ കൂട്ടുമ്പോഴാണ് ആ വരി കണക്റ്റ് ആവണത്. ഈച്ച് ആൻഡ് എവരി പൊസിഷൻ, എല്ലാ പൊസിഷനിലും, ഓരോരുത്തരുടെയും എല്ലാ പൊസിഷനും ഓർഗനൈസേഷൻ ചാർട്ടിലെ, ICS എന്ന് വെച്ചാൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ ഓർഗനൈസേഷൻ ചാർട്ടിലെ ഈച്ച് ആൻഡ് എവരി പൊസിഷൻ, അതാണ് 1ാമത്തെ. പക്ഷെ 1ാമത്തെ പൂർത്തിയായിട്ടില്ല. കോംപ്രഹെൻസീവ് സ്റ്റോർ സേഫ്റ്റി കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. അപ്പോഴാണ് അത് പൂർത്തീകരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ എന്താ പറഞ്ഞേ? അതൊക്കെ ഇങ്ങനെ അച്ചടിയുടെ പെശകാണ്. ഒരു ലൈനാണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷെ ഒരു ലൈൻ പൂർത്തീകരിക്കുന്നത് ലാമിനേറ്റഡ് വരുമ്പോഴാണ്. അതൊക്കെ അച്ചടി പെശകാണ്. നമ്മൾ അത് യോജിപ്പിച്ച് പറയാം. ഈച്ച് ആൻഡ് എവരി, ഓരോ പൊസിഷനും ഓർഗനൈസേഷൻ ചാർട്ടിൽ അതെങ്ങനെ വേണം? സുരക്ഷിതമായിട്ടും കോംപ്രഹെൻസീവ് ആൻഡ് സ്റ്റോർഡ്. നമ്മൾ സുരക്ഷിതമായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കണം. സേഫ്റ്റി, സ്റ്റോർഡ് സേഫ്റ്റി. പിന്നെന്താ? കളർ കോഡ് ചെയ്തതും ലാമിനേറ്റ് ചെയ്തതും. കളർ കോഡ് വേണം, ലാമിനേറ്റ് വേണം. ഓരോ ചാർട്ടിന്റെ കാര്യം പറയണത് അണ്ടർലൈൻ ചെയ്തിടാം. നമ്മളിങ്ങനെ കളർ കോഡ് എന്നൊക്കെ പറയുമ്പോ എന്താ? ചാർട്ടാണ്, ചാർട്ട്. ICSന്റെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിലെ ഓർഗനൈസേഷൻ ചാർട്ടിന്റെ കാര്യമാണ് പറയണത്. ഈ ഓർഗനൈസേഷൻ ചാർട്ട് എങ്ങനെ ആയിരിക്കണം? ഈച്ച് ആൻഡ് എവരി പൊസിഷൻ, അവരൊക്കെ പൊസിഷൻ ആണ് ഈ ഓർഗനൈസേഷൻ ചാർട്ട്. ആ ചാർട്ട് എങ്ങനെ ആയിരിക്കണം?
കോംപ്രഹെൻസീവ് ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? കോംപ്രഹെൻസീവ് ആയിരിക്കണം. സ്റ്റോർഡ് സേഫ്റ്റി, സുരക്ഷിതമായിരിക്കണം. സുരക്ഷിതമായിരിക്കണ്ടേ? ഡിസാസ്റ്റർ മാനുവൽ പോലെ. ഇന്ന ഡിസാസ്റ്റർ മാനുവലിനാണ് സ്റ്റോർഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതുപോലത്തെ നമ്മൾ സുരക്ഷിതമായിരിക്കണം. പിന്നെ അത് കളർ കോഡ് ആയിരിക്കണം, കളർ ആയിരിക്കണം. ആൻഡ് ലാമിനേറ്റഡ്. കോംപ്രഹെൻസീവ് മീനിങ് എന്ന് വെച്ചാൽ സംഭരിക്കുക. കോംപ്രഹെൻസീവ് കിട്ടിയ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ് ഉണ്ടാക്കിയത്. ഇതൊക്കെ കാർഡിന്റെ കാര്യമാണ് പറയുന്നത്. ചാർട്ട്, കാർഡ് അങ്ങനെ ഓർക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ കാർഡ് എന്താ? ഈച്ച് ആൻഡ് എവറി പൊസിഷൻ, ഓരോന്നിനും ഓരോ പൊസിഷൻ ഉണ്ട്. പിന്നെ ആ പൊസിഷനിലെ ആ ഓർഗനൈസേഷൻ ചാർട്ട് കോംപ്രഹെൻസീവ് ആയിരിക്കണം, സ്റ്റോർഡ് സേഫ്റ്റി ആയിരിക്കണം, കളർ കോഡഡ് ആയിരിക്കണം, പിന്നെ ലാമിനേറ്റ് ചെയ്തത്. ലാമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒരു ട്രാൻസ്പെറന്റ് ഒരു കവറൊക്കെ വെച്ച് അടിച്ചു വന്നത്. നമ്മുടെ ആധാർ കാർഡൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ ആധാർ കാർഡ് വന്നു കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിക്കാനായിട്ട് ലൈസൻസ് ഒക്കെ എങ്ങനെ വരാം? ഇപ്പോഴത്തെ ലൈസൻസ് വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ എങ്ങനെ വരാം? ഈ ലാമിനേറ്റ് ചെയ്തത് നല്ലൊരു ഇത് അങ്ങനെ ആയിരിക്കണം അവിടുത്തെ ചാർട്ട്. എന്തിന്റെ ചാർട്ട് ഇത്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ ഓർഗനൈസേഷൻ ചാർട്ട് കോംപ്രഹെൻസീവ്, സ്റ്റോർഡ് സേഫ്റ്റി, കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. ഞാൻ ഈ പറഞ്ഞത് തന്നെ പിന്നെയും റിപ്പീറ്റ് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ടീച്ചർ പറഞ്ഞതല്ലേ, പറഞ്ഞ സമയങ്ങളാണെന്ന് പറയുന്നുണ്ട് തോന്നും. പറയണില്ല, പക്ഷെ അത് ഒരുപാട് പേര് ഇതിൽ ഇപ്പോഴും മനസ്സിലാവാത്തവരുണ്ട്. അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് പറയുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ഇതിലെല്ലാവരും ഒരുപോലെ അല്ലല്ല, എല്ലാവർക്കും ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഓക്കെ. ഇൻ ഓൾ ഏരിയാസ് റിലേറ്റഡ് വിത്ത് ദ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താ? ഈ എമർജൻസി മാനേജ്മെന്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും, ഓൾ ഏരിയാസ് റിലേറ്റഡ്, എല്ലാ ഏരിയയിലും ബന്ധപ്പെട്ടിട്ടുണ്ട് എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ. എല്ലാ ഏരിയയിലും എന്ത് ചെയ്യണം? ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കീ ഓഫ് ഇൻഡിവിജ്വൽ, ഫോർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ, കളർ കോഡഡ് ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. എന്നുവെച്ചാൽ പ്രധാന വ്യക്തികൾക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ചെക്ക് ലിസ്റ്റിൽ ചെയ്യാം. നമ്മൾ ഓരോ ലിസ്റ്റിന്റെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവുമ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ കീ ഓഫ് ഇൻഡിവിജ്വൽസ്, പ്രധാന വ്യക്തികൾക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കാം. മനസ്സിലായ? എന്തെങ്കിലും പ്രധാന വ്യക്തികൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നിർദ്ദേശം കൊടുക്കാം. അപ്പൊ എല്ലാ ഏരിയയിലും ബന്ധപ്പെട്ട ഓൾ ഏരിയ റിലേറ്റഡ് വിത്ത് എമർജൻസി മാനേജ്മെന്റ്, എല്ലാ ഏരിയയിലും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എമർജൻസി പ്ലാൻ കൊടുക്കണം. അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് ചെയ്യണം. നമ്മൾ ചെക്ക് ലിസ്റ്റിലുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഫോർ ദ കീ ഇൻഡിവിജ്വൽസ്, പ്രധാന വ്യക്തികൾക്കുള്ള നിർദ്ദേശങ്ങളും ചെക്ക് ലിസ്റ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ. ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ, ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ എന്താ? വ്യക്തിക്ക് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുക. അവരുടെ എന്തെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് കറക്റ്റായ ഇൻഫർമേഷൻസ്, വിവരങ്ങള് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കുക. അത് അവർക്ക് ആവശ്യമാണ്. കളർ കോഡഡ് ഓൺ ഡിഫറെന്റ് കാറ്റഗറി സ്റ്റാഫ് എന്ന് വെച്ചാൽ എന്താ? വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലത്തും പല സ്റ്റാഫ് ആയിരിക്കും. അപ്പൊ അവർക്ക് കളർ കോഡ് ചെയ്യണം. ഇപ്പൊ ഇവിടെ വൈറ്റ് ആണെങ്കിൽ ഈ വൈറ്റ് ഇന്ന സ്ഥലത്ത് മാത്രമേ പാടുള്ളൂ. വേറെ ഏരിയയിൽ ഏത് കളർ ആയിരിക്കണം? മൊത്തം ഗ്രീൻ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ അവർക്ക് ഫുള്ള് ഗ്രീന് മാത്രമേ ആവാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ കളർ കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. കളർ കോഡ് വേണം. ഡിഫറെന്റ് കാറ്റഗറീസ് സ്റ്റാഫിനാണ് വേണ്ടത്. ആർക്കാ വേണ്ടേ? പല വ്യത്യസ്ത കാറ്റഗറിപ്പെട്ട സ്റ്റാഫിന് കളർ കോഡ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ എല്ലാവരും പൊസിഷൻ, ഈച്ച് ആൻഡ് പൊസിഷൻ സ്ഥാനം, കോംപ്രഹെൻസീവ്, സ്റ്റോർഡ് സേഫ്റ്റി, കളർ കോഡ് വേണം. അത് ലാമിനേറ്റ് ചെയ്യണം. അവരുടെ പൊസിഷൻ ആണ്. പിന്നെ എല്ലാ ഏരിയയിലും ബന്ധപ്പെട്ട എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. ചെക്ക് ലിസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കീ ഇൻഡിവിജ്വൽസ്, എമർജൻസി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും എന്തുണ്ടായിരിക്കണം? ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ തന്നെ വ്യക്തികൾക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഇൻഫർമേഷൻ നീഡഡ് ഫോർ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ അവിടെ വ്യക്തികൾക്ക് ആവശ്യത്തിന്, അവർക്ക് എന്താവശ്യമാണോ അവർക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കണം. കളർ കോഡ് വേണം. അവിടുത്തെ സ്റ്റാഫിന് ഡിഫറെന്റ് ഏരിയയിൽ പല സ്റ്റാഫ് ഉണ്ടാവും. അവർക്ക് നമ്മൾ കളർ കോഡ് കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോ കളർ കോഡ് കൊടുക്കാം. ഓക്കെ. ഇനി ഒരു 13 പോയിന്റ് ചെറുതായിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് പറയാം. പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയയിൽ ഒന്നുമില്ല, ഒന്ന് വായിച്ചു വിടാനുള്ളൂ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. പ്ലാൻ ആക്ടിവേഷൻ ഡിഫറെന്റ് ഏരിയ ഹോസ്പിറ്റൽ.
ഈ ഹോസ്പിറ്റലിലെ വിവിധ മേഖലയിൽ നമുക്ക് പല പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഒന്നാമത്തെ കമാൻഡ് സെന്റർ. നമ്മൾ മുന്നേ പറഞ്ഞു കമാൻഡ് വേണമെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഒരു കമാൻഡ് സെന്റർ വേണം. എന്തെങ്കിലും കമാൻഡ് ചെയ്യാൻ ഓർഡർ ഇടാനായിട്ട്, ഇവിടെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്ന് ഓർഡർ ഇടാനായിട്ട് ഒരു കമാൻഡ് സെന്റർ വേണം. കമ്മ്യൂണിക്കേഷൻ ഓഫീസ് അല്ലെങ്കിൽ പേജിംഗ്, പോർട്ടലിംഗ് ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച്, ഏതെങ്കിലും ഒരെണ്ണം വേണം. നമുക്ക് സംസാരിക്കാനായിട്ട് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. മീഡിയ വഴി സംസാരിക്കാം, ഫോൺ വിളിച്ച് സംസാരിക്കാം, കമ്മ്യൂണിക്കേഷൻ വിളിച്ച്, അപ്പൊ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാനുള്ള ഒരു ഏരിയ വേണം. അപ്പൊ കമാൻഡ് സെന്റർ വേണം, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസ് വേണം സംസാരിക്കാനായിട്ട്. അതെങ്ങനെ ആയാലും വേണ്ടില്ല, പേജിംഗ് ആവാം, ഓൺലൈൻ ഏരിയ വരാം, ടെലിഫോൺ എക്സ്ചേഞ്ച് വരാം, എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു സംസാരിക്കാൻ ഒരു ഓഫീസ് വേണം. സെക്യൂരിറ്റി ഓഫീസ് വേണം, അല്ലെങ്കിൽ പോലീസ് പിക്കപ്പ് വേണം. അവിടെ ഒരു എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ സെക്യൂർ ചെയ്യാൻ, നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു സെക്യൂരിറ്റി ഓഫീസ്, അല്ലെങ്കിൽ ഒരു പോലീസ്, ഇടയ്ക്കൊരു പോലീസ്, അങ്ങനെ വേണം. പിന്നെ റിസപ്ഷൻ ആൻഡ് ട്രയാഗ് ഏരിയ, ഒരു റിസപ്ഷൻ വേണം. പിന്നെ ട്രയാഗ് ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് വിചാരണ ചെയ്യാൻ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാം, അങ്ങനെയുള്ള ഒരു ഏരിയ വേണം, റിസപ്ഷൻ വേണം. പിന്നെ ഡോക്യുമെന്റേഷൻ ഏരിയ വേണം. ഡോക്യുമെന്റേഷൻ അല്ല, ഡീകണ്ടമിനേഷൻ എന്ന് വെച്ചാൽ എന്താ, അണുവിമുക്തമാക്കാനായിട്ട്. നമ്മൾ പറഞ്ഞു തീ പിടിച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് അവിടെ നിന്ന് പുറത്ത് ആരെങ്കിലും വിളിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഏരിയ വേണം, ക്ലീൻ ചെയ്യാൻ ഒരു ഏരിയ. അതാണ് ഡീകണ്ടമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഡീകണ്ടമിനേഷൻ ഏരിയ എന്ന് പറയുന്നത് അണുവിമുക്തമാക്കാനുള്ള ഏരിയ. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്, അത് പല പേരിൽ വന്നേക്കണുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെ എഴുതിടാം, അണുവിമുക്തമാക്കാനുള്ള ഏരിയ. ഓക്കെ. മൈനർ ട്രീറ്റ്മെന്റ് ഏരിയ, ഒരു ചെറിയ ചികിത്സാ മേഖല വേണം. പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്, ഒരു സർജറി വന്നു, അപ്പൊ അതിന്റെ കാര്യങ്ങൾ കോട്ടൺ എടുക്കണം. അപ്പൊ ഒരു ചെറിയ മൈനർ ട്രീറ്റ്മെന്റ് ഏരിയ, ചെറുത് മതി, ചെറിയൊരു ട്രീറ്റ്മെന്റ് ഏരിയ വേണം. പിന്നെ അക്യൂട്ട് കെയർ ഏരിയ. അക്യൂട്ട് കെയർ ഏരിയ എന്ന് വെച്ചാൽ എന്താ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, പെട്ടെന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നു, പെട്ടെന്ന് ഈ പേഷ്യന്റിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം, എമർജൻസി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വേണം. ഓക്കെ. പിന്നെന്താ, ഡെഫിനിറ്റ് കെയർ ഏരിയ എന്ന് വെച്ചാൽ കൃത്യമായ ചികിത്സാ മേഖല വേണം. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ വാർഡ്, എന്തെങ്കിലും മതി, എന്തെങ്കിലും ചികിത്സിക്കണമെങ്കിൽ ആ പേഷ്യന്റിന് എന്തെങ്കിലും അസുഖം വന്നു, അവിടെ കിടക്കണം. ഈ തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മൊത്തം പൊള്ളലേക്കും. അപ്പൊ നമ്മൾ കൊണ്ടുപോയി ഒന്നല്ലെങ്കിൽ ഐസിയുല്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ, അല്ലെങ്കിൽ വാർഡിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്തും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേണം. ഓട്ടി അല്ലെങ്കിൽ വാർഡ് വേണം. ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് ഏരിയ ആൻഡ് ആക്ടിവേഷൻ ഓഫ് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ്. എന്താ, തീവ്ര ചികിത്സാ മേഖലയും അതുപോലെ തന്നെ ഉയർന്ന ഡിസ്പെൻസറി യൂണിറ്റും വേണം. പെട്ടെന്ന് പരിശോധിക്കാനുള്ള ഒരു ഇത് വേണം, ട്രീറ്റ്മെന്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ്. ഐസിയു നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യാനും. ഹൈ ഡിസ്പെൻസറി യൂണിറ്റ് എന്ന് വെച്ചാല് അവർക്ക് ഉയർന്ന ഡിസ്പെൻസറി യൂണിറ്റ്, മരുന്ന് കൊടുക്കാനുള്ള എന്തെങ്കിലും യൂണിറ്റ്, ഫാർമസി പോലെ ചെറുത്, അത് വേണം. മോർച്ചറി, എന്ത് അപകടം ഉണ്ടായാലും, ഡിസാസ്റ്റർ ആണ് ഉണ്ടാവണേ, ദുരന്തം, ചിലപ്പോൾ ആള് മരിച്ചു പോയേക്കാം, അപ്പൊ അവരെ കിടത്താനായിട്ട് ഒരു മോർച്ചറി വേണം. പിന്നെന്താ, ഹോൾഡിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നോൺ ഡിസ്പെൻസറി അല്ലേ മാം, ഡിപ്പെൻഡൻസി ആണോ? ഓക്കെ, സോറി, ഡിപ്പെൻഡൻസി എന്താ. അപ്പൊ അവിടെ എന്താ പറഞ്ഞേ, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് ഏരിയ ആൻഡ് ആക്ടിവേഷൻ ഓഫ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്. ഡിപ്പെൻഡൻസി ആണോ ഡിസ്പെൻസറി ആണോ? തീവ്ര ചികിത്സ നോക്കട്ടെ, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ്, തീവ്ര ചികിത്സാ യൂണിറ്റും ആക്ടിവേഷൻ ഓഫ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് അതവിടെ വട്ടം വെച്ചേക്ക്, ഞാൻ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഡിപ്പെൻഡൻസി ആണോ ഡിസ്പെൻസറി ആണോ എന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടാ. അതൊന്ന് വട്ടം വരച്ച് വെച്ചേക്ക്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് മോർച്ചറി വേണം. പിന്നെ ഹോൾഡിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് നോൺ ഇഞ്ചേർഡ്. മുറിവ് വന്നവര് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് ഉണ്ടാവും, അവർക്ക് ഇരിക്കാനുള്ള ഒരു ഏരിയ വേണം. അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വന്നവർക്ക് എന്ത് പറ്റി, അവർക്ക് എന്ത് പറ്റി എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇരിക്കാനുള്ള ഒരു റൂം, അവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. നോൺ ഇഞ്ചേർഡ്, മുറിവ് പറ്റാത്തവർക്ക് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്, സ്വന്തക്കാർക്ക് ഒന്ന് ഇരിക്കാനുള്ള ഒരു റൂം വേണം. ഏരിയ ഹോൾഡിംഗ് മീഡിയ തിങ്സ് എന്ന് വെച്ചാൽ എന്താ, ഏരിയ ഹോൾഡിംഗ് മീഡിയ എന്ന് വെച്ചാൽ എന്താ, മാധ്യമങ്ങൾ. ഇപ്പൊ ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ വെച്ചാല് എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അപ്പൊ പത്രക്കാരും ഓടി വരും. പലതരത്തില് പത്രങ്ങൾ ഉണ്ടാവും, ഒരു 5-6 പത്രത്തിൽ നിന്ന് എന്തായിന്ന്. അപ്പൊ അവരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഏരിയ വേണം. നമുക്ക് അവരെ ഇവിടെ സംഭവങ്ങൾ നടന്നേക്കണത് നമ്മൾ പറയണതാവില്ല മീഡിയക്കാര് പത്രത്തിൽ കൂടി വിടുന്നത്. അപ്പൊ അവരെ ഹോൾഡ് ചെയ്യാനുള്ള
ഒരു ഏരിയ വേണം, ഒരു കുറച്ച് സ്ഥലം അവരെ നീക്കി നിർത്തണം അവിടെ ആ ഏരിയയിൽ. ഇത് വിട്ടിങ്ങോട്ട് പോരരുത്. പത്രക്കാരുടെ സ്വഭാവം നമുക്കറിയാലോ, അത് വേണം. പിന്നെ ഏരിയ ഫോർ കീപ്പിംഗ് പേഷ്യൻസ് ഇൻ കേസ് പാർട്സ് ഓഫ് ഹോസ്പിറ്റൽ ഇവാലുവേറ്റഡ് എന്ന് വെച്ചാൽ എന്താ, ഹോസ്പിറ്റലില് അടിയന്തര സാഹചര്യം എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായാല് ഹോസ്പിറ്റലിന്റെ സുരക്ഷയായിട്ട് നമ്മൾ സുരക്ഷയാണ് നമ്മൾ പ്രധാനം അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ സംരക്ഷിക്കണം. എന്തെങ്കിലും ഏരിയ ഫോർ കീപ്പിംഗ് പേഷ്യൻസിന് എന്തെങ്കിലും കേസ് കൊണ്ട് പേഷ്യൻസിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ ഇവാലുവേറ്റഡ്, ഹോസ്പിറ്റലിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് സംരക്ഷിക്കണം, ആസൂത്രണം ചെയ്യണം കറക്റ്റ് ആ ഒരു രീതിയിൽ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ കൈകാര്യം ചെയ്യണം. ഇത്രയും കാര്യങ്ങള് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വായിച്ചു വരാം. 13 പോയിന്റ് വരെ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. ഈ കാര്യം മാത്രം ഡിസ്പെൻസറി ആണോ ഡിപ്പെൻഡൻസി ആണോ എന്നുള്ളത് ഞാൻ കറക്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇത്രയും നേരം ഒരു 5 മിനിറ്റ് നിങ്ങൾ കൂടുതൽ ഇരുന്നതിന് താങ്ക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, Thank you, ma'am. വെൽക്കം. Thank you, ma'am. വെൽക്കം.